Next topic, isomorphism. A bijective linear mapping is called a linear isomorphism. എന്തിനാണ് ഒരു ഐസോമോർഫിസം എന്ന് പറയുന്നത്? നമ്മൾ ഐസോമോർഫിസം അല്ലെങ്കിൽ ലീനിയർ ഐസോമോർഫിസം എന്ന് പറയും. ഒരു ബൈജക്റ്റീവ് ലീനിയർ മാപ്പിങ്ങിനെയാണ് നമ്മൾ ലീനിയർ ഐസോമോർഫിസം എന്ന് പറയുന്നത്. അതായത് T from U to V is an isomorphism. That is, if T is a linear bijective map from U to V, then we say that U and V are isomorphic. അപ്പോൾ T യുവിൽ നിന്ന് വിയിലോട്ടുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1 on 2 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? യുവും വിയും ഐസോമോർഫിക് ആണ്, അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന ഒരു ഐസോമോർഫിക് മാപ്പാണ് എന്ന് പറയാം. ഓക്കെ, അതിന് നമുക്ക് യു ആൻഡ് വി ആർ ഐസോമോർഫിക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തൊരു തിയറം ആണ് ഇനി വരുന്നത്. നമുക്ക് നോക്കാം. തിയറം നോക്കാം. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓഫ് ഡയമെൻഷൻ n greater than or equal to 1 over a field f, then v is isomorphic to the vector space f power n. അതായത് വി എന്ന് പറയുന്നൊരു വെക്ടർ സ്പേസ് ആണ് ഓഫ് ഡയമെൻഷൻ n. ഓക്കെ, ഓവർ എ ഫീൽഡ് എഫ്. നമുക്ക് വി എന്ന് പറയുന്നൊരു വെക്ടർ സ്പേസ് ഉണ്ട്, അതിൻ്റെ ഡയമെൻഷൻ n ആണ്. അങ്ങനെയാണെങ്കിൽ വി ഈസ് ഓൾവേസ് ഐസോമോർഫിക് ടു ദ വെക്ടർ സ്പേസ് എഫ് പവർ n. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. നമുക്ക് എന്താ പറയേണ്ടത്? വിയും എഫും ഐസോമോർഫിക് ആണെന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ ഇടയിലൊരു ലീനിയർ ഐസോമോർഫിസം ഉണ്ടെന്ന് പറയണം, അല്ലേ? അപ്പോൾ ലീനിയർ ഐസോമോർഫിസം ഉണ്ടെന്ന് പറയാൻ ആദ്യം ഒരു ലീനിയർ മാപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. അത് ആദ്യം നമ്മളൊരു മാപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ആ മാപ്പ് ലീനിയർ ആണെന്ന് പറയുന്നു. പിന്നെ നമ്മൾ ആ മാപ്പ് ബൈജക്റ്റീവ് ആണെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ എടുക്കാം. ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ് ഓഫ് ഡയമെൻഷൻ n greater than or equal to 1. ഓക്കെ, നമ്മളിതിൻ്റെ ഒരു ബേസിസ് കൺസിഡർ ചെയ്യാണ്. ആൻഡ് v1 v2 എക്സെട്ര അപ് ടു vn be a basis of v. ഇനി ലെറ്റ് x belongs to v. വിയിൽ ഒരു ആർബിട്രറി എലമെൻ്റ് എടുത്തു. ഇനി സിൻസ് v1 v2 എക്സെട്ര അപ് ടു vn ഈസ് എ ബേസിസ് ഓഫ് v. ഇത് ബേസിസ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ആൽഫ 1 v1 പ്ലസ് ആൽഫ 2 v2 പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ n vn എന്ന് എഴുതാൻ പറ്റും, അല്ലേ? അതായത് ഇതിനെ ഞാനൊന്നും കൂടെ വൃത്തിക്ക് എഴുതാണ്. അതിൽ വൃത്തിയൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലേ? സിഗ്മ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ എഫ് ടി ഫ്രം വി ടു എഫ് പവർ n ബൈ ടി ഓഫ് എക്സ് ഈക്വൽ ടു ടി ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ ഈക്വൽ ടു. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഈ സ്കെലാസ് എന്താണോ അതിനെ ഞാൻ എൻടപ്പിളായിട്ട് എഴുതും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ആൽഫ 1 ആൽഫ 2 എക്സെട്ര അപ് ടു ആൽഫ n. ഇനി ഞാൻ പറയാൻ പോകുന്നത് ടു ഷോ ടി ഈസ് ലീനിയർ. നമുക്ക് ആദ്യത്തെ ക്ലെയിം എന്താണെന്നറിയോ? ടി ലീനിയർ ആണെന്ന് പറയണം, പിന്നെ ടി ബൈജക്റ്റീവ് ആണെന്ന് പറയണം. ടി ഈസ് ലീനിയർ. ടി ലീനിയർ ആണെന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഈസ് ടു ഷോ ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് വൈ. സോറി, ആൽഫ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും എടുക്കാം. കാരണം ആൽഫ നമ്മൾ ഒരിടത്ത് യൂസ് ചെയ്തില്ലേ, നമുക്ക് എ എടുക്കാം, അല്ലെങ്കിൽ ബീറ്റയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം കേട്ടോ. ഞാൻ എ എടുക്കും. എ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ എന്ന് പറയണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം? അത് കൺസിഡർ ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സിനെ ചൂസ് ചെയ്യാം. എക്സ് ഈക്വൽ ടു എക്സിനെ നമ്മൾ എങ്ങനെയാണ് എടുത്തിരുന്നത്? സിഗ്മ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ, അല്ലേ? ആൻഡ് വൈ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n ഞാനൊരു ബീറ്റ ഐ വി ഐ എന്ന് കൊടുത്തു. എ എന്ന് പറയുന്നത് സ്കെലാർ എലമെൻ്റ് ആണ്. ഇനി നമുക്ക് ടി ഓഫ് എ എക്സ് പ്ലസ് വൈ എന്താ നോക്കാം. ഓക്കെ, ടി ഓഫ് എ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടി ഓഫ് എ എക്സിന് പകരം സിഗ്മ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐ പ്ലസ് സിഗ്മ വൈക്ക് പകരം സിഗ്മ ഐ ഈക്വൽ ടു 1 to n ബീറ്റ ഐ വി ഐ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ടി ഓഫ് ഇവിടെ നമുക്ക്
ഈ സിഗ്മയൊക്കെ ഔട്ട് സൈഡ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഐ ഈക്വൽ ടു 1 to n എ ആൽഫ ഐ പ്ലസ് ബീറ്റ ഐ വി ഐ എന്ന് കൊടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇതിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് എന്തായിരുന്നു ട്രാൻസ്ഫോർമേഷൻ? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ സ്കെലാസ് ആണല്ലേ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സ്കെലാസ് വരുന്നത്? ഇവിടെ വരുന്ന സ്കെലാസ് എന്തൊക്കെയാണ്? എ ആൽഫ 1 പ്ലസ് ബീറ്റ 1 ആദ്യത്തേത് വരും. പിന്നെ എ ആൽഫ 2 പ്ലസ് ബീറ്റ 2 എന്ന് വരും. എക്സെട്ര അപ് ടു എ ആൽഫ എൻ പ്ലസ് ബീറ്റ എൻ എന്ന് വരും. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇതിന് നമുക്കിങ്ങനെ എഴുതിക്കൂടെ? എ ആൽഫ 1 ആൽഫ 2 എക്സെട്ര അപ് ടു ആൽഫ എൻ പ്ലസ് ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര അപ് ടു ബീറ്റ എൻ. നിങ്ങൾ നല്ലോണം നോക്കിയേ. ഇതിൽ ആദ്യത്തേത് എന്താണ്? ഇതിനെ നമുക്ക് എ ഇൻറ്റു ടി ഓഫ് എക്സ് എന്ന് എഴുതിക്കൂടെ? ടി ഓഫ് എക്സ് പ്ലസ് ഇതോ ടി ഓഫ് വൈ അല്ലേ? നമുക്കിതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ടി ലീനിയർ ആണ് എന്ന് കിട്ടി. നമുക്കിവിടെ എന്താ കിട്ടിയത്? ടി ഈസ് എ ലീനിയർ മാപ്പ്. ടി ഈസ് എ ലീനിയർ മാപ്പ് ഫ്രം വി ടു എഫ് എൻ. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ടി ബൈജക്റ്റീവ് ആണെന്നും കൂടെ പ്രൂവ് ചെയ്താൽ നമ്മളുടെ കാര്യം കഴിഞ്ഞു. അപ്പോൾ ക്ലെയിം 2 എന്താണ്? ടി ഈസ് ബൈജക്റ്റീവ്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യണം? ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇൻജക്റ്റീവ് ആണെന്ന് പറയണം, സബ്ജക്റ്റീവ് ആണെന്ന് പറയണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പറയുന്നത്. ഫോർ എനി a1 a2 എക്സെട്ര അപ് ടു an ബിലോങ്സ് ടു എഫ് എൻ. നമ്മൾ എഫ് എന്നിൽ ഒരു എലമെൻ്റ് എടുത്തു. സബ്ജക്റ്റീവ് ആണെന്നാണ് ആദ്യം പറയുന്നത്. സബ്ജക്റ്റീവ് ആണെന്ന് പറയണമെങ്കിൽ എഫ് എന്നിൽ ഏത് എലമെൻറ്റിനും ഒരു പ്രീമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. സോ a1 a2 എക്സെട്ര അപ് ടു a എന്ന് പറയുന്നൊരു എലമെൻറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ലെറ്റ് എക്സ് ഈക്വൽ ടു a1 v1 പ്ലസ് a1 v1 പ്ലസ് a2 v2 പ്ലസ് എക്സെട്ര അപ് ടു an vn എന്ന് എഴുതാലോ. ദെൻ എക്സ് എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആവും? വിയിലെ എലമെൻ്റ് ആവും അല്ലേ? v1 v2 എക്സെട്ര v എന്ന് പറയുന്നത് നമ്മൾ ബേസിസ് ആണെന്ന് എടുത്തിട്ട് അതിൽ ലീനിയർ കോമ്പിനേഷനിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു വി ആവും. ഇനി നമുക്ക് ഇതിൻ്റെ ടി ഓഫ് എക്സ് കണ്ടുപിടിച്ച് നോക്കാം. ടി ഓഫ് എക്സ് എന്താ വരുന്നത്? ടി ഓഫ് എക്സ് ഈക്വൽ ടു ടി ഓഫ് a1 v1 പ്ലസ് a2 v2 പ്ലസ് എക്സെട്ര അപ് ടു an vn. അതായത് ഇതെന്താ വരിക? വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റെ a1 a2 എക്സെട്ര അപ് ടു an. അതായത് നമ്മൾ എഫ് എന്നിലെ ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു പ്രീമേജ് ഉണ്ടെന്നാണ് കിട്ടിയത്. എഫ് എന്നിലെ ഏതൊരു എലമെൻ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിനൊരു പ്രീമേജ് നമുക്ക് എക്സ് കിട്ടും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. ദസ് എവരി എലമെൻ്റ് ഓഫ് എഫ് എൻ ഹാസ് എ pre-image and therefore f is subjective. f എന്താണ്? സബ്ജക്റ്റീവ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് പറയണം? എഫ് സബ്ജക്റ്റീവ് ആണെന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, എഫ് ഇൻജക്റ്റീവ് ആണെന്നും കൂടെ പറയണം. അതിന് വേണ്ടിയിട്ട് ഫോർ എനി എക്സ് ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു 1 to n alpha I vi and y equal to sigma I equal to 1 to n beta I vi. രണ്ടും ഞാൻ വിയിലെ എലമെൻറ്റ്സ് എടുത്തു. ഇനി ഞാൻ ഇത് ഇൻജക്റ്റീവ് ആണെന്ന് പറയുകയാണേ. അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ടി ഓഫ് എക്സ് ഈക്വൽ ടു ടി ഓഫ് വൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയാൻ പറ്റിയാൽ മതി അല്ലേ? നമുക്ക് നോക്കാം. ടി ഓഫ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n alpha I vi equal to t of sigma I equal to 1 to n beta I vi, which implies നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്താ വരിക? ആൽഫ 1 ആൽഫ 2 എക്സെട്ര അപ് ടു ആൽഫ എൻ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ട്രാൻസ്ഫോർമേഷനോ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര അപ് ടു ബീറ്റ എൻ വരും അല്ലേ? കോർഡിനേറ്റ് വെയ്റ്റ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൽഫ ഐ ഈക്വൽ ടു ബീറ്റ ഐ for all I equal to 1 2 etc up to n.
അതായത് ആൽഫ ഐസും ബീറ്റ ഐസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫ ഐസും ബീറ്റ ഐസും ഈക്വൽ ആണെങ്കിൽ വി ഐസ് ഓൾറെഡി ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സും വൈയും ഈക്വൽ ആണെന്ന് പറയാലോ. ഇങ്ങനെ പറഞ്ഞാലോ, സിഗ്മ ഐ ഈക്വൽ ടു 1 to n ആൽഫ ഐ വി ഐസും സിഗ്മ ഐ ഈക്വൽ ടു 1 to n ബീറ്റ ഐ വി ഐസും ഈക്വൽ ആണ്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് പറയാം, എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടി എന്ന് പറയുന്നത് ഇൻജെക്റ്റീവ് ആണെന്ന് കിട്ടി. ഇൻജെക്റ്റീവ് ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ എന്തൊക്കെ കിട്ടി, ടി എന്ന് പറയുന്നത് സർജക്റ്റീവ് ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് എന്തും കൂടി കിട്ടി, ഇൻജെക്റ്റീവ് ആണെന്നും കൂടെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ടി ഈസ് ബൈജക്റ്റീവ്. ടി ഈസ് ബൈജക്റ്റീവ്. അപ്പോൾ ടി എന്താണ്, ഒരു ലീനിയർ ബൈജക്റ്റീവ് മാപ്പ് ആണെന്ന് കിട്ടി. Therefore നമുക്ക് എന്ത് പറയാം, ടി ഈസ് എ ലീനിയർ ബൈജക്റ്റീവ് മാപ്പ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് ആൻ ഐസോമോർഫിസം. Therefore ടി ഈസ് ആൻ ഐസോമോർഫിസം ഫ്രം വി ടു എഫ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു കൊറോളറി ഉണ്ട്, അതും കൂടെ നോക്കാം. നമുക്കൊരു കൊറോളറി നോക്കാം. ഇഫ് യു ആൻഡ് വി ആർ വെക്ടർ സ്പേസ് ഓഫ് സെയിം ഡയമെൻഷൻ n ഓവർ എഫ്, ദെൻ യു ആൻഡ് വി ആർ ഐസോമോർഫിക്. അതായത് യുവും വിയും വെക്ടർ സ്പേസസ് ആണ് ഓഫ് സെയിം ഡയമെൻഷൻ n. അങ്ങനെയാണെങ്കിൽ യുവും വിയും ഐസോമോർഫിക് ആണെന്ന് പറയണം. ഓക്കെ, യുവും വിയും ഐസോമോർഫിക് ആണെന്ന് പറയണമെങ്കിൽ യുവിൻ്റെയും വിൻ്റെ ഇടയിൽ ഒരു ലീനിയർ മാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ലീനിയർ ബൈജക്റ്റീവ് മാപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നമുക്ക് തൊട്ട് മുമ്പുള്ള തിയറി അനുസരിച്ച് നമുക്കിത് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. സിൻസ് യു ആൻഡ് വി ആർ വെക്ടർ സ്പേസ് ഓഫ് സെയിം ഡയമെൻഷൻ n ഓവർ എഫ്, നമുക്ക് യുവും വിയും വെക്ടർ സ്പേസ് ആണെന്ന് തന്നിട്ടുണ്ട്, അതിൻ്റെ രണ്ടിൻ്റെയും ഡയമെൻഷൻ n ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ തിയറി അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, ദെൻ ബൈ എബവ് തിയറം ദർ എക്സിസ്റ്റ് എ ഐസോമോർഫിസം ടി ഫ്രം യു ടു എഫ് എൻ ആൻഡ് ടി ഫ്രം വി ടു എഫ് എൻ. നമുക്ക് എന്ത് പറയാം, യുവിൽ നിന്ന് എഫ് എന്നിലോട്ട് ഒരു ലീനിയർ ഐസോമോർഫിസം ഉണ്ട്, അതുപോലെ തന്നെ വിയിൽ നിന്ന് എഫ് എന്നിലോട്ടും ഒരു ഐസോമോർഫിസം ഉണ്ട്. അതിനെ ഞാൻ ടി യുന്നും ടി വിന്നും കൊടുത്തു. ഇനി നമുക്കറിയാം ഒരു ഐസോമോർഫിസത്തിൻ്റെ ഇൻവേഴ്സ് എപ്പോഴും ഒരു ഐസോമോർഫിസം ആയിരിക്കും. സിൻസ് ഇൻവേഴ്സ് ഓഫ് ആൻ ഐസോമോർഫിസം ഈസ് ക്ലിയർലി ആൻ ഐസോമോർഫിസം ആൻഡ് കോമ്പോസിഷൻ ഓഫ് ടു ഐസോമോർഫിസം ഈസ് എഗെയിൻ ആൻ ഐസോമോർഫിസം. ഐസോമോർഫിസത്തിൻ്റെ ഇൻവേഴ്സ് ഐസോമോർഫിസം ആയിരിക്കും, അതുപോലെ തന്നെ കോമ്പോസിഷൻ ഓഫ് ഐസോമോർഫിസം എഗെയിൻ ആൻ ഐസോമോർഫിസം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ടി വി ഇൻവേഴ്സ് ഡോട്ട് ടി യു എന്ന് പറയുന്നത് എഗെയിൻ ഒരു ഐസോമോർഫിസം ആയിരിക്കും ഫ്രം യു ടു വി. Therefore യുവും വിയും ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടെ നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം, ഇഫ് ടി ഫ്രം R2 to R is linear and t from R2 to R2 is defined by t of xy equal to x, y minus f of x. Prove that t is an isomorphism. അതായത് ടി എന്ന് പറയുന്ന ഒരു ലീനിയർ മാപ്പ് തന്നിട്ടുണ്ട്. ടി എന്ന് പറയുന്നത് R2ൽ നിന്ന് R2ലോട്ട് മാപ്പ് തന്നിട്ടുണ്ട്. സോറി, ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഇതിനെ നമുക്കിപ്പോൾ എഫ് എന്ന് വിളിക്കാം. ഓക്കെ, എഫ് ഫ്രം ആർ ടു ആർ എന്ന് പറയുന്നത് ലീനിയർ മാപ്പ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടി ഫ്രം R2 to R2 എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, എക്സ് വൈ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന്. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറയുന്ന ഒരു ഐസോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പോൾ ടി എന്ന് പറയുന്ന ഐസോമോർഫിസം ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ പ്രൂവ് ചെയ്യണം, ടി ഒരു ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ ടി ഒരു ബൈജക്റ്റീവ് ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ലീനിയർ ആണെന്ന് പറയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് x1, y1 ആൻഡ് x2, y2 എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ് എടുത്തു R2ൽ. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റും കൂടി എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ടി ഓഫ് എ, x1, y1 പ്ലസ് x2, y2 ഈക്വൽ ടു എ ഇൻറ്റു ടി ഓഫ് x1, y1 പ്ലസ് x2, y2, ടി ഓഫ് x2, y2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതെന്താ നമുക്ക് ആദ്യം നോക്കാം. ടി ഓഫ് ഇതിന് നമുക്ക് എ x1 പ്ലസ് x2, എ y1 പ്ലസ് y2 എന്ന് കിട്ടും അല്ലേ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം, ഇതിൽ നമുക്ക് ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് തന്നിട്ടുള്ളത് എക്സ്, വൈ മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് എക്സ്, വൈ മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എ x1 പ്ലസ് x2, വൈ മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പം എ y1 പ്ലസ് y2 മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് എ x1 പ്ലസ് x2. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം,
ഈ എഫ് ലീനിയർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ax1 പ്ലസ് x2 ay1 പ്ലസ് y2 മൈനസ് ഇതിനെ നമുക്ക് a ഇൻറ്റു എഫ് ഓഫ് x1 മൈനസ് എഫ് ഓഫ് x2 എന്ന് എഴുതാമല്ലോ. ഇനി ഒന്ന് സ്പ്ലിറ്റ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് വേഗം ആൻസർ കിട്ടും. ഇവിടെ നമുക്കൊന്നുകൂടെ എഴുതാം. ഇതിൽ നമുക്ക് ax1 പ്ലസ് x2 ay1 മൈനസ് a എഫ് ഓഫ് x1 അല്ലേ, പ്ലസ് y2 മൈനസ് എഫ് ഓഫ് x2 ഇങ്ങനെ കൊടുക്കാമല്ലോ. ഓക്കെ, ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് ആൻസറായി. നമുക്കിതിനെ എങ്ങനെ എഴുതാം? ശരിക്കും ഇതിനെ ax1 ay1 മൈനസ് എഫ് ഓഫ് x1 ഇങ്ങനെ കൊടുക്കാമല്ലോ. അതായത് ഇവിടെ ഞാൻ ഇതിന് ഔട്ട്സൈഡ് എടുത്ത് കൊടുക്കാം. a ഇൻറ്റു y1 മൈനസ് എഫ് ഓഫ് x1 പ്ലസ് ഇവിടെ എനിക്ക് x2 y2 മൈനസ് എഫ് ഓഫ് x2 എഴുതാം. ഇവിടെ നിന്ന് ഞാൻ ഇനി a ഔട്ട്സൈഡ് എടുത്താൽ മതിയല്ലോ. x1 y1 മൈനസ് എഫ് ഓഫ് x1 പ്ലസ് x2 y2 മൈനസ് എഫ് ഓഫ് x2. ഓക്കെ, ഇനി ഇതെന്താണ്? നമുക്കറിയാം ഇതെന്താണ്? ടി ഓഫ് x1 y1 വരും അല്ലേ, പ്ലസ് ഇതോ ടി ഓഫ് x2 y2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടി ഒരു ലീനിയർ ആണെന്ന് കിട്ടി. ടി ഈസ് ലീനിയർ. ഇനി നമുക്ക് ആരെയും കൂടെ പ്രൂവ് ചെയ്യണം? ബൈജക്റ്റീവ് ആണെന്നും കൂടെ പറയണം അല്ലേ. ബൈജക്റ്റീവ് ആണെന്ന് പറയാൻ എന്താ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇൻജക്റ്റീവ് ആണോ അതിനെ ഓരോന്ന് നോക്കാം. ഇൻജക്റ്റീവ് ആണോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് എലമെൻ്റ് എടുക്കാം. x1 y1 ആൻഡ് x2 y2 ബിലോങ്സ് ടു R2. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ടി ഓഫ് x1 y1 ഈക്വൽ ടു ടി ഓഫ് x2 y2. ഓക്കെ, വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്താ കിട്ടാം? x1 y1 മൈനസ് എഫ് ഓഫ് x1 ഈക്വൽ ടു x2 y2 മൈനസ് എഫ് ഓഫ് x2. വിച്ച് ഇംപ്ലൈസ് ഇവിടെ നമുക്ക് ഇതിൻ്റെ കോർഡിനേറ്റ് വൈസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x1 ഈക്വൽ ടു x2 എന്നും y1 മൈനസ് എഫ് ഓഫ് x1 ഈക്വൽ ടു y2 മൈനസ് എഫ് ഓഫ് x2 എന്നല്ലേ കിട്ടാം. ഇനി പക്ഷെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? എഫ് എന്ന് പറയുന്നത് ലീനിയർ ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് ലീനിയർ ആണെന്നല്ലേ തന്നിട്ടുള്ളൂ. എഫ് ലീനിയർ ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് ഐസോമോർഫിസം ആണെന്ന് തന്നിട്ടുണ്ടോ? എഫ് R2 ടു R2 ലീനിയർ ആണ്, അതുകൊണ്ട് നമുക്കത് ഐസോമോർഫിസം ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ബട്ട് സിൻസ് എഫ് ഈസ് an isomorphism, it is ഇൻജക്റ്റീവ്. അത് ഇൻജക്റ്റീവാണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? x1 ഈക്വൽ ടു x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടുന്ന് y1 ഈക്വൽ ടു y2 എന്നും കൂടെ പറയാം അല്ലേ. അതായത് ടി ഓഫ് x1 y1 ഈക്വൽ ടു ടി ഓഫ് x2 y2 എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? നമുക്ക് x1 ഈക്വൽ ടു x2 ആൻഡ് y1 ഈക്വൽ ടു y2. അതായത് നമുക്ക് എന്ത് പറയാം? ദ കോർഡിനേറ്റ് x1 y1 ഈക്വൽ ടു x2 y2. അപ്പോൾ ടി ഇൻജക്റ്റീവ് ആണ്. ടി ഈസ് ഇൻജക്റ്റീവ്. ടി ഇൻജക്റ്റീവ് ആണ്. ഇനി നമ്മളുടെ ഇവിടുത്തെ R2ൽ നിന്ന് R2ലോട്ടല്ലേ നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നത്. അതായത് ടി ഫ്രം R2 ടു R2 ആണ്. ടി ഫ്രം R2 ടു R2 ആണ്. പിന്നെ ടി ഇൻജക്റ്റീവ് ആണ്. അതായത് നമുക്ക് ബോത്ത് ഓഫ് ദ സ്പേസസ് ഹാവ് ദ സെയിം ഡയമെൻഷൻ. അതായത് ഇവിടെ ഡിപ്പാർച്ചർ സ്പേസിൻ്റെയും അറൈവൽ സ്പേസിൻ്റെയും ഡയമെൻഷൻ സെയിം ആണ്. ടി ഇൻജക്റ്റീവ് ആണ്. ഇത് ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? ടി ഈസ് ബൈജക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ബൈജക്റ്റീവ് മാപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലീനിയർ ബൈജക്റ്റീവ് മാപ്പ്. ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഐസോമോർഫിസം. Therefore, T is an isomorphism. Okay,
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ ട്രാൻസ്ഫോർമേഷനിൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.